ഞാനിപ്പോൾ ഉള്ളത് ആക്കുളം കായലിന്റെ വശത്താണ്. ആക്കുളം കായലിന്റെ മനോഹാരിതയിൽ നിന്നുകൊണ്ട് ഒരു വാഹനം പരിചയപ്പെടുത്താൻ വന്നതാണ്. ഒരു ശാന്തസുന്ദരമായ ലൊക്കേഷനാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സമയം പോകാനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേര സമയത്തൊക്കെ നടക്കാനൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ ഇരുന്നുകൊണ്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം മഹേന്ദ്രയാക്കി തീർത്തൊരു വാഹനം. മഹേന്ദ്രയ്ക്ക് ഇന്ത്യയിൽ ഒരു പേര് കൊടുത്തൊരു വാഹനം, മഹേന്ദ്ര ഥാർ. ഥാറിന്റെ 2016 വരുന്ന മോഡലാണ്. എനിക്കും പേഴ്സണൽ ഫേവറേറ്റ് ഈ മോഡലിൽ വരുന്ന ഥാറായിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഥാറിനേക്കാളും ഒരു സൈസ് കുറഞ്ഞൊരു മോഡലാണ്. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം ഒരു ഗാംഭീര്യമുള്ള ഒരു വാഹനമാണ് ഥാർ. ഥാറിന്റെ 4 വീൽ ഡ്രൈവ് വാഹനം ഞങ്ങളോട് പോന്നിട്ടുണ്ട്. 2016 മോഡല്, ഡീസൽ, വെറും 90,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. റീപ്ലേസ്മെന്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഈ വാഹനത്തിൽ പൊതുവിൽ കമ്പനിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെയ്തിരിക്കുന്നത്, ഈ വാഹനത്തിന്റെ ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്. ഗ്രില്ല് ഒരു ആംഗ്രി ബേർഡ് ഫേസ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മറ്റേ നോർമൽ ഇതല്ല, ഒരു ആംഗ്രി ഫേസിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് DRL ഒക്കെ വരുന്ന ടൈപ്പിലുള്ള ഹെഡ്ലൈറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ വന്നിട്ട് ഓഫ് റോഡ് ബമ്പറാണ്. അതും നല്ല ഇരുമ്പിന്റെ നല്ല സ്ട്രോങ് ആയിട്ടൊരു ബമ്പർ. എവിടെയായാലും നല്ല ഇടിച്ച് നിൽക്കാൻ പറ്റിയ നല്ല സ്ട്രോങ് ആയിട്ടൊരു ബമ്പർ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കണക്ട് ചെയ്യാനുള്ള 2 ഹുക്ക് കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ ഓഫ് റോഡ് ബമ്പർ കയറ്റിയൊരു വാഹനമാണ്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ അലോയ് വീൽ ചെയ്തിട്ടില്ല. കാര്യം ഇതിന് മുമ്പ് അലോയ് വീൽ ഉണ്ടായിരുന്നു. അത് കുറച്ച് വലിയ ടൈപ്പായിരുന്നു. അപ്പോൾ അവരത് ഇളക്കി മാറ്റി ഇപ്പോൾ നോർമലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് മോഡിഫൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 4 അലോയ്സ് കൂടെ മാത്രം മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം പക്ക. വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബോഡി സൈഡ് നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ കവറിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്റീരിയറിൽ കാണിച്ചു തരാൻ ഇതിന് വ്യത്യാസമുണ്ട്. ഇന്റീരിയറിൽ ഇത് ഹാർഡ് ടോപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഇത് സോഫ്റ്റ് ടോപ്പ് പോലെ തോന്നുമെങ്കിലും ഇന്റീരിയർ ഇത് ഹാർഡ് ടോപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് നമ്മുടെ ക്ലോസ്ഡ് ടൈപ്പ് ഗ്ലാസ് തന്നെയാണ് 3 സൈഡിലും വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാര്യങ്ങൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള 01 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഇതിൻ്റെ ഇന്റീരിയർ കൂടെ നോക്കിയാലോ. ഇന്റീരിയറിൽ ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സീറ്റിൻ്റെ ക്വാളിറ്റി. അത്യാവശ്യം തൈ സപ്പോർട്ടൊക്കെ വരുന്ന ഒരു സീറ്റ് തന്നെയാണ് ഈ വാഹനത്തിൽ ചെയ്യുന്ന. റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 2 ബെഞ്ച് സീറ്റാണ് വന്നിരിക്കുന്നത്. നോർമലി അത് ഫ്രണ്ട് ഫേസിംഗ് ആണ് വരുന്നതെങ്കിൽ ഈ വാഹനത്തിൽ അത് ബാക്ക് ഫേസിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ പയനിയറിൻ്റെ സബ്, ആമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. ബാക്ക് സീറ്റ് അത്യാവശ്യം ഒരു 6 പേർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് മോഡിഫൈ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഹാർഡ് ടോപ്പ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് നോക്കിയോ, ഇതിനകത്ത് നമ്മുടെ AC കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ സൗണ്ട് സിസ്റ്റം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് ടോപ്പാണ് അകത്ത് മുഴുവനായിട്ട് ടോപ്പിലും സൈഡിലും ഒക്കെ ആയിട്ട് കൺവെർട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തന്നെ AC കൂളിംഗ് ഒക്കെ ഈ വാഹനത്തിലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഇതിൽ ടെയിൽ ലാമ്പ് ആഫ്റ്റർ മാർക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡ് ബമ്പർ നല്ല സ്റ്റീലിൻ്റെ തന്നെയാണ് അതും ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ ആർച്ചിലും ഓഫ് റോഡ് വീൽ ആർച്ചിലോട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്റീരിയറിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കംഫർട്ട് മനസ്സിലാവും. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ഇന്റീരിയേഴ്സ് തന്നെയാണ് വരുന്നത്. സീറ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. റൂഫിലൊക്കെ അത്യാവശ്യം ഹാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് AC കൂളിങ്ങും അതുപോലെ തന്നെ സ്റ്റീരിയോ ഒക്കെ അകത്ത് അനുഭവിച്ചറിയാൻ പറ്റും. പിന്നെ ഏകദേശം ഒരു 14 കിലോമീറ്റർ 15 കിലോമീറ്റർ അതുള്ള മൈലേജ് നമുക്ക് ലഭിക്കുന്ന ഒരു വാഹനമാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുമാണ് വരുന്നത്. ഇതിൻ്റെ 4 വീൽ ഡ്രൈവിൻ്റെ കുട്ടി ഗിയറൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലയാണ് അടുത്ത്. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില 8,75,000 രൂപ. 8.5 ലക്ഷം രൂപ ബഡ്ജറ്റ് വന്നാലും നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. ഫിനാൻസ് വേണോ, ഒരു 7 ലക്ഷം രൂപ ഞങ്ങൾ ഫിനാൻസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ വരണമെങ്കിൽ ലുലു മാളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വഴി, നമ്മുടെ വെൺപാലവട്ടത്തു നിന്ന് ലെഫ്റ്റ് സൈഡ് കയറി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ നേരെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലായി, നമ്മുടെ പ്രോപ്പർട്ടി അല്ല, സ്വന്തമല്ല, നമ്മുടെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഈ ലൊക്കേഷനിലോട്ട് വരാം. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.